कौन है भाई? कहाँ जा रहा है? कृष्णा कुरुप, कृष्णा कुरुप। क्या कुरुप? कहाँ जा रहा है? बोलना। ए रुक, ए सुनो। कृष्णा कुरुप बेटा। ചേട്ടൻ ഇത്ര അടുത്തുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. നീ വന്നെന്തിനാ? വീട്ടിൽ അമ്മിണിയെ കാണാൻ ഏതോ ആലോചനക്കാർ വന്നിട്ടുണ്ട്. ഈ ഷർട്ടും കൊണ്ടുപോയിട്ട് വേഗം വരാൻ സരസ്വതി ചേച്ചി പറഞ്ഞു. പീതാംബരൻ ഉണ്ടോടാ കൂടെ? ഉണ്ട്. ആ നീ ഇവിടെ നിൽക്കേ. അടിയോടിയേ, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. ആ പീതാംബരൻ അമ്മണിക്ക് ഒരു ആരാധന ഉണ്ടെന്നിരുന്നു, അവർ വന്നിട്ടുണ്ട്. അവർക്കതിന് കല്യാണത്തിനുള്ള പ്രായമായോ? കുറച്ചുകൂടെ കഴിയട്ടോ. കഴിയും തോറും എനിക്ക് ആദ്യം ഓടുകയേ ഉള്ളൂ. ഇക്കാലത്ത് പെൺകുട്ടികൾ പ്രായമായാല് എത്രയും വേഗം നല്ല പയ്യനെ നോക്കി കെട്ടിച്ചു കൊടുക്കണം. ഓ അങ്ങനെയാണല്ലേ? ആ അത് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം താൻ കല്യാണം കഴിച്ചെന്നല്ലാതെ പൂമര ഇതുവരെ പൂത്തില്ലല്ലോ. ആ ആ മേശയോട് പറയാൻ മറക്കല്ലേ. അതൊക്കെ പറഞ്ഞോളാം. ഇതെങ്ങോട്ടാ? കുറുപ്പ് പോയിക്കോ, മേസ്തിരിയോട് ഞാൻ പറഞ്ഞോളാം. ഓ ആ അതൊരു കല്യാണക്കാരിയാണേ. കുറുപ്പിന്റെ മോൾക്കൊരു ആലോചന. ആ കല്യാണക്കാരിയാണെങ്കിൽ വളരെ ആലോചിക്കണം. പെൺകുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. വളരെ കൂലങ്കഷമായി ചിന്തിച്ച് എന്തും തീരുമാനിക്കാവൂ. വരുന്ന ഓരോ ആലോചനകളും തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും വിശദമായി ചിന്തിച്ചത് കൊണ്ടാണ് 63 ആലോചനകൾ വന്നതിന് ശേഷവും എന്റെ മകൾ 38ാമത്തെ വയസ്സിൽ യാതൊരു അറ്റകുറ്റവും കൂടാതെ സൗഭാഗ്യവതിയായി ഇപ്പോഴും വീട്ടിൽ തന്നെ നിൽക്കുന്നത്. കുറുപ്പിനോട് ആ വിലാസവും കൂടി തരാൻ പറയും, ഞാൻ അന്വേഷിക്കാം. വന്ന് ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു ജാതി സർക്കസ് പോലെ ആയിരിക്ക. ഈയിടെ 2 കെട്ടിയത് ആകാശത്ത് വെച്ചല്ലേ. ഒരു പ്ലെയിനാണ് ഇത്ര സ്ത്രീധനം. ശുദ്ധ വട്ടം എന്നല്ലാണ്ട് എന്താ പറയാ. ഈ സ്ത്രീധനം എന്നുള്ള സമ്പ്രദായം തന്നെ എടുത്തു കളയേണ്ട കാലം അതിക്രമിച്ചിരിക്കുക. വന്നു. വന്നിട്ട് അതേ സമയം ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. ആ പിന്നെ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. കുട്ടിയുടെ ഫോട്ടോയും കണ്ടു. അത് മുതല് ഇവിടെ വന്ന് കുറുപ്പേട്ടനെ കണ്ടേ പറ്റൂ. ഇരിക്കെ, ഞാനിപ്പോ വരാം. ശരി. എങ്ങനുണ്ട്? തരക്കേടില്ലാന്ന് തോന്നണേ. സ്ത്രീധനം എന്ന ഏർപ്പാടിനേ അവരെതിരാണത്രേ. അല്ല, ഇത്ര ഭാവം കിട്ടിയ തീരും നിർബന്ധമുള്ളവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരരുതെന്ന് ഞാൻ പീതാമ്മയോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള. എന്താ കൊടുക്കാൻ? വാങ്ങി വെച്ചാൽ ഈ വീട്ടിൽ ഒരൊറ്റ സാധനം കാണില്ല. ആകെ 4 ലഡുണ്ട്. അത് 4 കൂടി പൊടിച്ചൊരു പ്ലേറ്റിലിട്ട് 2-3 സ്പൂണും വെച്ച് കൊടുക്കാച്ചാ. പിന്നെ ചായയും. അത് മതിയല്ലേ? മതി. ആയിക്കോട്ടെ. ചായപ്പീടിയെന്ന് വല്ല കേക്കോ പഴംപൊരിയോ വല്ലോ വാങ്ങിക്കൊണ്ട് വരണോ? വേണ്ട വേണ്ട, ഇവിടെ ഇത്തിരി ദാരിദ്ര്യം ഉണ്ടെന്ന് അവർ അറിഞ്ഞോട്ടെ. അമ്മണിക്ക് 2 ഏട്ടന്മാരുണ്ടെന്നല്ലാതെ പീതാംബരൻ അവരെ പറ്റി മറ്റൊന്നും പറഞ്ഞില്ല. അതെ, എനിക്ക് 2 ആൺമക്കളാ, സുധാകരനും വിനയനും. പിന്നെ അവരുടെ ഇടയിൽ ഒരു പെൺകുട്ടിയുണ്ട്, സുമതി. അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 കൊല്ലം ആകുന്നേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു. മൂത്തോനുണ്ടല്ലോ സുധാകരൻ, മലയാളമ്മയാ. ഇപ്പൊ തൂത്തുക്കുടിയില് തേക്കിന്റെ ബിസിനസ്സാ. തേക്കിനൊക്കെ ഇപ്പൊ എന്താ വില? തേക്കിനൊക്കെ ഭയങ്കര വിലയാ. പക്ഷെ ഇവന്റെ തേക്ക് മുളച്ചു തുടങ്ങുന്നേ ഉള്ളു. ഈ തേക്ക് നട്ടാല് 20 കൊല്ലം കഴിയുമ്പോ 50,000 അല്ല 50 ലക്ഷം രൂപ കിട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അതിന്റെ ഓർഡറൊക്കെ ആയിട്ട് അങ്ങ് തൂത്തുക്കുടി വരെയൊക്കെ പോയിരിക്കുക. അവിടെ ആവുമ്പോ നല്ല അസല് വെള്ളം കിട്ടും. തേക്കിന് പറ്റിയ കാലാവസ്ഥയും. 2ാമൻ വിനയൻ ബികോം കഴിഞ്ഞു. സർക്കാർ ജോലിയൊന്നും ആയിട്ടില്ല. പ്രൈവറ്റ് ജോലി ആയിരിക്കും. പ്രൈവറ്റും ആയിട്ടില്ല. ഈ പറഞ്ഞ 2 കൊണ്ട് ഒരു കാര്യമില്ല. സ്വന്തമായിട്ട് വല്ലതും ചെയ്താലേ തടിക്ക് പിടിക്കൂ. എന്റെ അച്ഛന് കൊടുങ്ങല്ലൂർ എന്നുള്ള വരവാ. ഇവരൊക്കെ ആരാടാ മോനെ? വാ പറയാം. പേരുകേട്ട ഓട്ടം തുള്ളുകാരനായിരുന്നു. ഒരിത്തിരി വകതിരിയോ വയസ്സുകാലത്ത് എന്നോട് കാണിക്കാൻ അച്ഛന് വിഷമമൊന്നുമില്ലല്ലോ. ഈ കോമാളി വേഷം കെട്ടിയ ആൾക്കാരുടെ മുമ്പിൽ എന്തിനാ എന്നെ ഇങ്ങനെ നാറ്റിക്കുന്നേ? കൊടുങ്ങല്ലൂർ നിന്ന് വന്ന ഉടനെ എനിക്കൊരു കുറി തൊട്ട് തരിക, ഞാനിത്തിരി മധുരം കൊടുക്കുക, ഒക്കെ ഒരു പരിവാ. നല്ല തറവാടിത്തത്തിന്റെ ലക്ഷണമാണ് അതൊക്കെ. കേട്ടോ പീതാംബര, ആ അച്ഛന്റെ വരവ് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു അമ്മിണിയെ ഞങ്ങൾക്ക് കിട്ടണമെന്ന്. ആ കുറുപ്പേട്ട, ഇവനാണ് സഹദേവൻ. ജാതകം മാത്രമല്ല, ഇവന്റെ ജീവിതവും സ്വഭാവവും ഒക്കെ ശുദ്ധ. സ്ത്രീധനം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, സ്ത്രീയാണ് ധനം. സഹദേവന്റെ പെങ്ങൾക്ക് സ്ത്രീധനം അവർ കൊടുത്തിട്ടില്ല എന്ന് വെച്ച് വെറും കൈയോടെ ഇറക്കി വിടാൻ പറ്റുമോ?
അതുകൊണ്ട് 40 പവന്റെ ആഭരണം ഇവർ കൊടുത്തു. അതുപോലെ സഹദേവന്റെ ചേട്ടൻ ഒരൊറ്റ കാശും സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ല. പക്ഷെ എന്താ 42 പവനം കൊണ്ടാ അവന്റെ ഭാര്യ കയറി വന്നത്. നിങ്ങളുടെ കുഞ്ഞിനെ ഏതായാലും അതിലും കുറഞ്ഞ ബഹുമതി കൂടെ അങ്ങോട്ട് അയക്കില്ലല്ലോ, ഞങ്ങൾക്കത് മതി. പീതാംബര, ഞാനൊരു സത്യം പറയാം. ഈ കാണുന്ന എന്റെ മുഖത്തിനുള്ളിൽ വേറൊരു മുഖമില്ല. കാര്യങ്ങളെ വളച്ചിരിച്ച് പറയാനും എനിക്കറിയില്ല. സഹദേവൻ നല്ല കുട്ടിയാണ്. ഇവന്റെ പെങ്ങളെക്കാളും ഇവന്റെ ചേട്ടന്റെ ഭാര്യയെക്കാളും കൂടുതൽ സ്വർണം കൊടുത്ത് എന്റെ കുട്ടി അങ്ങോട്ട് അയച്ചാല് അതൊരു കുടുംബകലഹത്തിന് കാരണമാകും. 43 ആയാലും 39 ആയാലും കലഹിക്കും. അതുകൊണ്ട് അമ്മണി ഞാൻ അങ്ങോട്ട് അയക്കുന്നില്ല. കലക്കി അച്ഛൻ ഇത്രയധികം പവൻ ഒറ്റയടിക്ക് അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാലും ഒന്ന് സംസാരിച്ച് പദം വരുത്തി വേണ്ടെങ്കിൽ മുറിച്ച് കളഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഒരു ആലോചന എന്നൊക്കെ പറഞ്ഞാല് അത് കൊള്ളാം. ഇത്തരം കാലന്മാരിടയ്ക്ക് പറഞ്ഞയക്കാനേ ഇവളെ എനിക്ക് ദാനം കിട്ടിയൊന്നും അല്ലടി. ഓ, അവന്റെ ഒക്കെ ഒരു കണക്കേ 40, 42. ഏതായാലും അവരൊന്ന് കണ്ടുപോയിക്കോട്ടെ എന്ന് വെക്കായിരുന്നു. കാപ്പിയും പലഹാരവും എടുത്ത് പെണ്ണ് കാണാൻ വരുന്നവരുടെ മുമ്പിൽ ചെല്ലുന്നത് സാധാരണയല്ലേ? ഞാൻ തന്നെ എത്ര പേരുടെ മുമ്പിൽ പോയിരിക്കുന്നു. അതിലൊരു തലശ്ശേരിക്കാരന് നിങ്ങളെക്കാളും ഭംഗിയുണ്ടായിരുന്നു. നബിന്നും കേട്ടായിരുന്നില്ലേ? എനിക്കയാളെ പിടിച്ചില്ല. അത് പറ. ദേ, അച്ഛൻ അവിടെ വാളും മടിയിൽ വെച്ച് പിണങ്ങിയിരിക്കുക. ഒന്ന് അങ്ങോട്ട് ചെല്ലേ. അച്ഛനെ ആദ്യം കാണുക. ഞാൻ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ച് എനിക്ക് വിവരമില്ലെന്ന് വിചാരിച്ചപ്പോ ശമ്പളം കിട്ടട്ടെ, പിണക്കമൊക്കെ ഞാൻ മാറ്റിത്തരാം. അല്ലെങ്കിൽ മനുഷ്യനായ ഇത്തിരി ഈശ്വര വിശ്വാസം വേണം. ദിവസം 3 നേരം അച്ഛൻ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ ഈ വീടിന് ഇത്രയെങ്കിലും ഐശ്വര്യം. അച്ഛൻ പോയി കുളിച്ചോളൂ, ഞാൻ ചോറ് വിളമ്പി വെക്കാം. എന്താ അച്ഛാ? ഈയിടെയായിട്ട് അവൻ എന്നോട് ഒരു സ്നേഹമില്ല മോളെ. അച്ഛന്റെ വക ഇങ്ങനെ, മക്കളുടെ വക അങ്ങനെ. ചോദിക്കുന്നൊരു ഉത്തരം പറയുമ്പോഴാ നമ്മുടെ മക്കളെ എങ്ങും എത്തിയിട്ടില്ലെന്നുള്ള ബോധം വരുന്നത്. അതിനിപ്പോ എന്താ ഉണ്ടായേ? ആവശ്യത്തിന് ഒരുത്തനെ കിട്ടണ്ടേ? ഒരുത്തൻ തേക്ക് കയറാൻ പോയിട്ട് 3 മാസമായി. ഇനിയൊരു കുറങ്ങനുണ്ടല്ലോ, അവനോടെ? ദീപം ദീപം ദീപം. ഏട്ടനീ സന്ധ്യ വരെ എവിടെയായിരുന്നു? വേദനിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാനൊരു തൊഴിൽ രഹിതനാണ്, നിങ്ങളെല്ലാം വികാരരഹിതരും. ഒരു തൊഴിൽ രഹിതന്റെ വേദന വികാരരഹിതർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. രാമ 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 ഭാഗ്യമാം രാമ 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 മുത്തച്ഛ, കഞ്ഞി. രാമ രാമ ഭാഗ്യമാം. ഓ കഞ്ഞി മുത്തച്ഛ. കപ്പലകത്തൊരു കള്ളനിരുന്നാൽ എപ്പോഴുമില്ലൊരു സുഖമറിയണം. നീ രാവിലെ ഒരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായി. അത് രാവിലെ തന്നെ ചീറ്റി. കുറെ ഉഷ്ണിച്ച് വേർക്കാന്നല്ലാതെ ഒരു പൈസ കയ്യിൽ വരില്ല അച്ഛാ. ആ പണിക്ക് ഞാൻ ശരിയാവില്ല. ഒരു പണിക്കും നീ ശരിയാവാൻ തോന്നുന്നില്ല. എത്ര മണിക്ക് ഞാൻ തന്നെ നിന്നെ പിടിച്ചിരുത്തിയ? BCom പാസ്സായ ഉടനെ ഇവനൊരു ട്യൂഷൻ ഏൽപ്പിച്ചില്ലേ? ആ ബേക്കറിക്കാരന്റെ മകളെ പ്രീ ഡിഗ്രി പാസ്സാക്കി വിടാൻ. പഠിപ്പിക്കാൻ പോയി. ഇവൻ എന്തിനാ അവളെ പ്രേമിക്കാൻ പോയെ? അയാൾ വിചാരിച്ചിരുന്നെങ്കിൽ അന്ന് ഇവനൊരു ജോലിയായനെ. ഇതൊരു 100ാമത്തെ പ്രാവശ്യമാണ് അച്ഛൻ എന്നോട് പറയുന്നത്. 101 പ്രാവശ്യം ഞാനും പറഞ്ഞു ഞാനല്ല, അവളാണ് എന്നെ കയറി പ്രേമിച്ചതെന്ന്. കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യയ്ക്കും ഭർത്താവിനും പ്രേമിക്കാമെങ്കിൽ ഭാര്യാഭർത്താക്കന്മാരാകാൻ പോകുന്നവർക്ക് കല്യാണത്തിന് മുമ്പും പ്രേമിക്കാം. ഒരു സ്ഥിരം ജോലി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ സന്ധ്യ എനിക്ക് കെട്ടിച്ചേരാമെന്ന് ആ ബേക്കറിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ശമ്പളം കിട്ടുമ്പോഴും മുമ്പിൽ കടക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. താങ്ങാനൊരാളില്ലെങ്കിലേ ഞാൻ തളരും. സർക്കാർ അവശ്യ കലാകാരന്മാർക്ക് കൊടുക്കുന്ന എന്റെ പെൻഷൻ ഉടനെ കിട്ടിയേക്കും. അത് മുഴുവനും മോനെടുത്തോ? അത് കിട്ടി വരുമ്പോഴത്തേക്ക് ഞാൻ അച്ഛനൊക്കെ അവശനായി കിട്ടും. കുറുപ്പേ, ഇങ്ങനെ എണ്ണിക്കൊണ്ടിരുന്ന കയ്യിൽ കിട്ടിയ ശമ്പളം പ്രസവിക്കാനൊന്നും പോണില്ല. ശമ്പളം കൂടണമെങ്കിൽ കൊടി പിടിക്കണം. അടുത്ത് എന്നോട് സമരം ഉണ്ടാവുന്നാണ് കള്ളക്കണാര മേസ്ത്രി പറഞ്ഞത്. അതൊന്നും വേണ്ടി വരുമെന്ന് എനിക്കും തോന്നുന്നത്. ഒരു ബോണസിന്റെ കാര്യം കേൾക്കാൻ തുടങ്ങിയിട്ട് 2 കൊല്ലമായി. എന്റെ ഈ ശമ്പളം ആ ഗേറ്റ് കിടക്കുമ്പോ തീരും. അത്രയ്ക്ക് കൊടുത്ത് തീർക്കാനുണ്ട്. തീർക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലടോ, മിച്ചം വെക്കാനാ പ്രയാസം.
എന്റെ പൂമരം പൂത്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആ തലവേദന ഇല്ല. തന്റെ പൂമരം ഇഷ്ടം പോലെ പൂത്തിട്ടില്ലേ, വല്ലതും മിച്ചം വെച്ചേ പറ്റൂ. കുറുപ്പേ, ഒന്ന് തന്നെ ഒരത്യാവശ്യത്തിനാണ്. 1000 രൂപ കടം തരണം. അടുത്ത മാസം ഞാൻ അങ്ങോട്ട് തിരിച്ചു തന്നോളാം. എന്റെ എവിടുന്ന കാശ്? അതെന്താ അങ്ങനെ പറയണേ, കയ്യിലുണ്ടല്ലോ, കൊടുത്തൂടെ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ രണ്ടുപേരും കൂടെ 500 വീതം താ. അല്ലെങ്കിൽ മേസ്ത്രി ഒരു കാര്യം ചെയ്യും, ഇവിടെ തന്നെ നിൽക്ക്. ശമ്പളം വാങ്ങിച്ച് ബാക്കിയുള്ളവർ ഈ വഴിക്ക് തന്നെയുള്ള വരുന്നത്. ഞാൻ ഈ തുണി മിരിച്ച് മേസ്ത്രിനെ ഇതിൽ കെടുത്തി ഒന്ന് ലേലം വിളിക്കാം. എത്ര പേരെ പോകുന്നു നമുക്കൊന്നറിയാലോ. പലചരക്ക്, മീൻകാരി, അത് കൊടുത്തില്ലായിരുന്നേ പൊളിച്ചതെറിയ. പത്രം, ഇലക്ട്രിസിറ്റിയുടെ ഷോക്ക് അടിക്കുന്ന അഡീഷണൽ ബില്ല്, അമ്മണിയുടെ പാവാട ധാവണി, അച്ഛന്റെ കുഴമ്പ്. ആൾക്കാരന്റെ കാശ് കൊടുക്കണ്ടേ? പറഞ്ഞാൽ അതുകൊണ്ടല്ലേ. അത് ഞാൻ എഴുതാൻ മറന്നു. കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്ത് ബാക്കിയുള്ള 425 രൂപ മുറുക്കി പിടിച്ചോണ്ടിരിക്കാൻ. ഇനി ഇതുകൊണ്ട് വേണം ബാക്കിയുള്ള ദിവസം നമുക്ക് ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് ജീവിക്കാൻ. ഇനി ഇതിന് പാൽക്കാരനും കറക്കണോ? അവൻ അപ്പുറത്ത് കാത്തു നിൽക്കുന്നു. അപ്പുറത്തൊന്ന് നിൽക്ക. ഇനി പോലെ നമുക്ക് ചായയുടെ നിറമൊന്ന് മാറ്റിയാലോടി സരസു. ചായ ആയിട്ടും പാലായിട്ട് കുടിക്കണം. വെറുതെ എന്തിനാ കൂട്ടിക്കലക്ക് രണ്ടും ചീത്തയാക്കുന്നത്? അല്ലേടാ നാരായണ? അത് നേരെ, കട്ടൻ ചായയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാ. അത് പാലൊഴിച്ചെന്ന് കിട്ടത്തില്ല. അതെ, നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ള ചായ മതി. അതുകൊണ്ട് നാളെ മുതൽ തന്റെ പാലോടെ വേണ്ട. അയ്യോ, പിള്ളേരൊക്കെ ഒന്ന് പച്ച പിടിക്കട്ടോ, അത് കഴിഞ്ഞ് മതി പാലും ചായയൊക്കെ. പാലിന്റെ വില കയറുന്നതനുസരിച്ച് അമ്പളം കൂടുന്നില്ലല്ലോ. നിങ്ങൾ ഒരു വക്കീലാവേണ്ടതായിരുന്നു. ചായക്ക് പാല് വേണ്ടാന്ന് അവനെ കൊണ്ട് തന്നെ പറയിച്ചില്ലേ? വക്കീലോ? ഞാൻ എന്റെ മക്കളെ പഠിപ്പിക്കാൻ ഉപയോഗിച്ച ബുദ്ധി എന്റെ തന്ത എന്നോട് കാണിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ഹൈക്കോടതി ജഡ്ജി ആയനെ. അനാവശ്യം പറഞ്ഞാൽ നല്ല പടവെച്ചേരി. ഞാൻ 10ാം ക്ലാസ് തോറ്റപ്പോ നാട് വിട്ട് ബോംബെക്ക് വന്ന് നിന്നോട് ആരടാ കഴുത പറഞ്ഞേ? ഞാൻ പഠിപ്പിക്കില്ലായിരുന്നു. 10ാം ക്ലാസ് വരെ എങ്ങനെ പഠിച്ചേ? കൂലിപ്പണി എടുത്തിട്ടാ. അന്നൊക്കെ ഓട്ടം നടക്കില്ലായിരുന്നു അച്ഛൻ. ഞാനൊന്ന് തുള്ളിയത് കൊണ്ടാടാ നീയൊക്കെ കഞ്ഞി കുടിച്ചതും ഇന്നിങ്ങനെ ഒരു കുടുംബം ഉണ്ടായത്. ഇന്നിപ്പോ നിന്റെ ആൺമക്കൾ രണ്ടും പേടായി പോയി. അതിന്റെ തുള്ളലിന്റെ കുറ്റം. ഞാൻ പേടായതൊന്നുമല്ല, പേടായിട്ട് ജനിച്ചതാ. അങ്ങനെ ജനിക്കാനായിരുന്നു എനിക്ക് സൗകര്യം. നോക്കിക്കോ, എനിക്കൊരുത്തന്റെയും സഹായം ആവശ്യമില്ല. സർക്കാരിൽ നിന്ന് പെൻഷനൊന്നും കിട്ടിക്കോട്ടെ, ഞാൻ എന്റെ വഴിക്കെങ്ങ് പോയിക്കോളാം. മുത്തച്ഛന് പോകാൻ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതിനെന്തിനാ പെൻഷൻ? ഇല്ലമ്മേ, മതി. തമാശ പറഞ്ഞു തീ പിടിക്കുന്ന ഈ സംസാരം ഒന്ന് നിർത്തണുണ്ടോ എല്ലാരും? ഇങ്ങനെയൊക്കെ കഴിഞ്ഞ ഒരു കുഴപ്പമില്ല. കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത് ഈ മൂത്ത കുരങ്ങനാ. നല്ലൊരു വസ്തു. ഇതാരാ? അച്ഛനാ? വാ, നമ്മുടെ അച്ഛനെ നോക്കാം. മുതലേ അച്ഛോ, എന്തായി? വീട്ടിൽ പോകണ്ടേ? എന്നെ ഇതിനകത്ത് പിണ്ടം വെച്ചിട്ട് നീ എവിടെ പോയടാ മോനെ? എങ്ങനുണ്ട്? കളി മാറി കുറുപ്പേ, കളി മാറി. താൻ എന്ത് പണിയാടോ കേശായി കാണിച്ച? പിണക്കം മാറ്റാ ഒരു രൂപ കള്ളുടുക്കാൻ പറഞ്ഞപ്പോ കുളിപ്പിച്ചോ? ഞാൻ എന്ത് ചെയ്യാനെന്നേ, അങ്ങനെ 4 തട്ടി. വാ വാ, നീ എന്നെ ഒന്ന് എടുക്കടാ മോനെ. നടന്നു വന്നാ മതി. എടാ, ചെറുപ്പത്തില് നിന്നെ ഞാൻ ഒരുപാട് എടുത്തോണ്ട് നടന്നിട്ടുണ്ട്. അതങ്ങനെ. നീ എന്തെങ്കിലും എന്നെ എടുത്തിട്ടുണ്ടോ? അത് ന്യായം. എടുത്തു കുറുപ്പേ. വെളുക്കാൻ തേച്ച പണ്ടായി പണ്ടാരം. അന്ന് നീ എന്റെ മേൽ ഒരുപാട് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ വേണം? അതായിട്ട് ഒഴിവാക്കേണ്ട ചേട്ടാ, ഇഷ്ടം പോലെ ഒഴിച്ചോ, നമ്മുടെ ആളല്ലേ. എടോ ഒന്ന് താങ്ങടോ. സാധനങ്ങളല്ലേ? അതിലും വലിയ സാധനം. എന്നാ പിടിച്ചോ, വണ്ടി പോട്ടെ. താഴ്ത്തിടല്ലേട്ടാ, നാളെയും വേണ്ടതാ. എന്റെ തോളത്തല്ല ഇരിക്കുന്നത്, താൻ പോ. എന്താ കുറുപ്പേട്ടന്റെ തോളിലെ? അതൊരു ചാക്ക അരിയാ. 5000 678. നീ ആ വെള്ളം ചൂടാക്കേ. അച്ഛന്റെ മോന് ഒരുപാട് പ്രായമായി. മോനെടുത്ത് അകത്തോണ്ട് കിടത്തിയത്. എല്ലിന് ഇത്ര വെയിറ്റ് വരും. പിന്നെ സുമതിയുടെ വീട്ടിൽ നിന്ന് ആള് വന്നിരുന്നു. ചന്ദ്രന്റെ മുത്തശ്ശിക്ക് നല്ല സുഖമില്ലാത്രേ. അവർക്കിപ്പോ എത്ര വയസ്സായി? അധികമൊന്നും ആയിട്ടില്ല. കഴിഞ്ഞ ചിങ്ങത്തില് 86 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ വളരെ ചെറുപ്പമാണല്ലോ. വന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പോയി നോക്കിയേക്കാം. നമ്മുടെ മോളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെന്നില്ലെങ്കിൽ പിന്നെ അവക്ക് അത് മതി. കഴിഞ്ഞ ചിങ്ങത്തിലെ 86 ആയ സ്ഥിതിക്ക് ഇനിയിപ്പൊ പോയാൽ രാത്രി തന്നെ മടങ്ങി വരാൻ പറ്റില്ല. അതുകൊണ്ട് മാറാനുള്ളതൊക്കെ എടുത്തു വെച്ചു. രാവിലെ പോവാം. ചന്ദ്രൻ മുത്തശ്ശിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലേ? അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. പുലർച്ചെ ഒരു 5 മണിയായിട്ടുണ്ടാവും. മുത്തശ്ശി ഇങ്ങനെ നാരായണ നാരായണ എന്ന് വിളിച്ചു. ഞാൻ കേട്ടോ നാരങ്ങ. ഉടനെ തന്നെ ഒരു നാരങ്ങ എടുത്ത് പൊളിച്ച് ഒരു അല്ലി എടുത്ത് വായിൽ വെച്ചു കൊടുത്തു. അതോടെ മുത്തശ്ശി. ഏതായാലും നീ നാരങ്ങയുടെ കാര്യം ആരോടും പറയാൻ പോകണ്ട പുറത്ത്. അതെന്ത്? ചിലപ്പോ കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരും.
നാരങ്ങ കൊടുത്താ കൊലപാതകമാവൂ? കാലം അതല്ലേ, രാഷ്ട്രീയക്കാരെങ്കിലും അറിഞ്ഞാ ഇനി അത് കരഞ്ഞു മതി. കരഞ്ഞു വല്ല കേടും പിടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അവളെ ഇങ്ങോട്ട് വിളിക്കേ. നന്നായി 5 മണിക്ക് ഉറങ്ങിയല്ലേ. ചന്ദ്രേട്ടനകത്തോട്ടിയല്ലേ അപ്പൊ ഞാൻ ചെല്ല്, ചെല്ല്, ചെല്ല്. മുത്തശ്ശി ഇങ്ങനെ കിടന്നുണ്ട എനിക്ക് അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് വരാൻ കഴിയാഞ്ഞത്. ഇനി ഞാനും ചന്ദ്രേട്ടനെ ഇടയ്ക്കിടയ്ക്ക് വരും. ഈ കമ്മലമ്മ എപ്പോഴാ വാങ്ങിയത്? ആ, അത് കുറി കെട്ടിയപ്പോ എടുത്തതാ. എന്റെ വളയൊന്ന് മാറ്റിയെടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നില്ല. അച്ഛാ, അടുത്ത തവണ ഞാൻ വീട്ടിൽ വരുമ്പോ കുറച്ചുകൂടി സ്വർണം കൂട്ടി ഈ വളയൊന്ന് മാറ്റി തരണേ. എന്റെ ഇടത്തിയമ്മേ, ഞങ്ങളെ ഇട്ടേച്ച് മുത്തശ്ശി പോയി. കിടക്കണ കിടപ്പ് കണ്ടില്ലേ? അയ്യേ, ഈ കണ്ടക്ടർ പണി വിളിച്ച് പറയാനാണോ ചേട്ടൻ അത്യാവശ്യമായിട്ട് എന്നോട് വരാൻ പറഞ്ഞത്? അതിന് ലീവ് എടുത്ത ഒരു കണ്ടക്ടർക്ക് പകരം പോകാനായിട്ട്? ലീവ് എടുത്തവന് പകരം പോയി അങ്ങനെയല്ലടാ ഒരു ദിവസം അവിടെ പെർമനന്റ് ആവുന്നത്. നിന്റെ കയ്യിൽ കണ്ടക്ടർ ലൈസൻസ് ഇല്ലേ? അതുകൊണ്ടല്ല ഏട്ടാ, ഒന്നുമില്ലെങ്കിലും ഞാനൊരു ബികോം കാരനല്ലേ. മാത്രമല്ല എനിക്ക് ഈ കാക്കി പണ്ടേ ഇഷ്ടമല്ല. കയ്യെടുത്തേ. എന്നാ എന്റെ മോനൊരു കാര്യം ചെയ്യ്, ഈ കാക്കിക്ക് പകരം വെൽവെറ്റ് ആക്ക്. വെൽവെറ്റ് കണ്ടക്ടർ എന്നുള്ള പേരും കിട്ടും. ഈ കണ്ടക്ടർ ജോലിക്ക് ഡെപ്പോസിറ്റ് അടച്ച് കയറി പറ്റാൻ ആളുകൾ ക്യൂ നിൽക്കുക. ആ ബസ് ഓണറുടെ കൈയും കാലും പിടിച്ചിട്ടാ ഞാൻ സമ്മതിപ്പിച്ചത്. നിന്നെ ഓർത്തിട്ടല്ല, നിന്റെ അച്ഛന്റെ കഷ്ടപ്പാട് ഓർത്തിട്ടാ. നീ തൊഴിലില്ലാത്തവനായി നിന്ന് ഷഷ്ടിപൂർത്തി ആഘോഷിച്ചാലും എനിക്കൊരു ചുക്കുമില്ലടാ. എന്നാലും അതല്ല ഏട്ടാ, ഈ പരിചയക്കാരുടെ മുമ്പിലൂടെ ബാഗും തൂക്കി വിസിലൂതി ഒരു ബികോം ബീക്കോന്നൊരു വാക്ക് മിണ്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ ചെപ്പി ഒന്നും പറയണ്ട ഏട്ടാ, ഇതെന്നെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യം. നീ ചത്താലും ഈ നാട്ടിലൊരു പുല്ലു സംഭവിക്കില്ലടാ. ആ വകയിൽ നിന്റെ അച്ഛന് മാസം തോറും 400 രൂപയെങ്കിലും ലാഭം കിട്ടും. കുടുംബത്തോട് സ്വല്പെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീയൊക്കെ പോയി കെട്ടി തുനിച്ചാവടാ. എന്നാ ചേട്ടാ കണ്ടക്ടർ എങ്കിൽ കണ്ടക്ടർ, ഡ്രൈവർ എങ്കിൽ ഡ്രൈവർ. ആ ബസ് കമ്പനിയുടെ പേരെന്താന്നാ പറഞ്ഞത്? എന്താ? മരിവിൽ ട്രാവൽസ്. ടിക്കറ്റ്. പുതിയ കണ്ടക്ടറാണ്, അതുകൊണ്ട് ടിക്കറ്റ് എല്ലാവരും ചോദിച്ചു വാങ്ങണം. ടിക്കറ്റ്. ഒരു ടൗൺ ഹാൾ. ടൗൺ ഹാളിലേക്ക് 1:20 അല്ലേ? അതെ. എനിക്ക് പരിചയമില്ലാത്തണ്ട് കേട്ടോ. ഞാൻ തൽക്കാലം കണ്ടക്ടറായിട്ട് പോകുന്നേ ഉള്ളൂ. ഞാനൊരു ബികോം കാരനാ. അത് ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല, പറഞ്ഞെന്നേ ഉള്ളൂ. ബാക്കി കുറിച്ചിട്ടില്ല കേട്ടോ. ടിക്കറ്റ്. അതെ, ഒരാൾ ഒന്നിൽ കൂടുതൽ ടിക്കറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ മിനിമം ഒരു ടിക്കറ്റെങ്കിലും എടുത്തിരിക്കണം. പുതിയ ആളാണ്, സഹകരിക്കണേ. ടിക്കറ്റ്. സന്ധ്യ എന്താ എത്ര രാവിലെ? എന്താ രാവിലെ തന്നെ സന്ധ്യയോ? ഇത് ആ സന്ധ്യ അല്ലേ ഏട്ടാ? ചേച്ചി ഒന്ന് മാറിക്കും. ആ പിന്നെ ഞാൻ ക്ലാസ്സിലേക്കാ. ബസ്സിലോ? കാർ എവിടെ? കാറിൽ പോരുമ്പോഴാണ് ഈ വേഷത്തിൽ വിനേട്ടനെ കണ്ടത്. വഴിയിലിറങ്ങി കാറ് തിരിച്ചയച്ചു. ഗുരുവായൂരപ്പനാണ് സത്യം. ഈ ജോലി കിട്ടിയ ആദ്യ ദിവസം തന്നെ സന്ധ്യ ഇങ്ങനെ കണ്ടുകിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. ഏതാ കണ്ടക്ടർ മോനെ ഈ കുട്ടി? എവളാണ് വല്യമ്മ എന്റെ ജീവിതത്തിലെ ഡ്രൈവർ. ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിട്ട് കൊല്ലം 2 വാ, നിനക്ക് അച്ചുവേട്ടനെ പരിചയപ്പെടുത്തി തരാം. വേണ്ട. വരാൻ. അച്ചോട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ സന്ധ്യ. ഇത്ര പെട്ടെന്ന് ആളെ കൈ കിട്ടിയോ? നല്ല രാശിയുള്ള ദിവസമാണല്ലോ മോനെ നീ തുടങ്ങിയത്. എവിടാ കുട്ടിയുടെ വീട്? ശ്രീകൃഷ്ണന്റെ അമ്പലത്തിന്റെ അടുത്താണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും പിന്നെ ഞാനും. ആങ്ങളമാരില്ല. അത് നന്നായി. പിന്നെ അച്ഛന് ബേക്കറി ഉണ്ട്. അപ്പൊ പിന്നെ കല്യാണത്തിന് ഒരുപാട് മൈസൂർ പാകം, ലഡ്ഡും ജിലേബിയും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇനി ദിവസവും ഈ ബസ്സിൽ കയറിയാൽ മതി. ഞാനിത് സ്ഥിരമാകാൻ പോവാ. റൈറ്റ്. ഇന്നത്തെ മൊത്തം കളക്ഷൻ 811. തുടക്കം മോശമല്ലെന്ന് അച്ചുവേട്ടൻ പറഞ്ഞത്. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഈ ജോലി വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. സ്ഥിരമാവാൻ വല്ല വഴിയും ഉണ്ടോടാ? സ്ഥിരം ആയാലും ശരി, ഇല്ലെങ്കിലും ശരി, അമ്മ നോക്കിക്കോ. ഞാൻ ആ റൂട്ടിൽ ഇനി എന്നും പോവും. ആ കണ്ടക്ടർ ലീവ് കഴിഞ്ഞ് വന്നാല് അവനെ വേറെ റൂട്ടിലോട്ട് തട്ടാൻ അച്ചുവേട്ടനൊരു കളി കളിച്ചോളും. നീയല്ലേ പറഞ്ഞ കണ്ടക്ടർ പണി നിന്റെ അന്തസ്സിന് പറ്റിയതല്ലെന്ന്. അന്തസ് നോക്കിയാൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ലെന്ന് അച്ഛൻ പറഞ്ഞത് നേരാ. ഇത്രയും അന്തസ്സും മനസമാധാനവും സന്തോഷവും ഈ ജോലിക്കുണ്ടാവുന്ന ഞാനും വിചാരിച്ചില്ല അച്ഛാ. ഇവനെന്തോ കൽക്കണ്ടം കടിച്ചിട്ടുണ്ട്. അതാ ബസ്സിൽ പോവാൻ ഇത്രയും ഉത്സാഹം. അതെ, കടിച്ചിട്ടുണ്ട്. അത് കണ്ട് വെള്ളം ഇറക്കിയിട്ടൊന്നും കാര്യമില്ല. ഈ തൊലി ചുളിയുന്ന പ്രായത്തില് കൽക്കണ്ടം പോയിട്ട് ഒരു കഷ്ണം ഉപ്പ് പോലും മുത്തച്ഛന് കടിക്കാൻ കിട്ടൂല. അതെ, അച്ഛനായോണ്ട് പറയാണ്, മുത്തച്ഛനെ മര്യാദയ്ക്ക് വളർത്തണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാവും. ഏട്ടൻ സിഗരറ്റ് വലിക്കോ? എന്താ, നിനക്ക് വേണോ? അച്ഛൻ കാണണ്ട.
അച്ഛൻ കണ്ടാ കുഴപ്പമൊന്നുമില്ല, മുത്തച്ഛൻ കണ്ടാലാണ് പ്രശ്നം. ഇതിന്റെ കുറ്റി ചോദിക്കും. മുത്തച്ഛനോട് ഏട്ടന്റെ കളി മുഴുവനും. ഇന്നൊരു കൽക്കണ്ടം കടിച്ചുവെന്ന് മുത്തച്ഛൻ പറഞ്ഞത് നേരാന്നാ എനിക്കും തോന്നുന്നേ. സത്യം പറ, ഏട്ടന്റെ ബേക്കറി പെൺകുട്ടി ആ വഴിക്കെങ്ങാനും വന്നോ? വന്നു. സന്ധ്യ ഇന്ന് എന്റെ ബസ്സിൽ കയറി. അങ്ങോട്ടും ഇങ്ങോട്ടും അവളോടൊപ്പം 4 ട്രിപ്പ് ഞാൻ ശരിക്കും ആഘോഷിച്ചു. അബദ്ധാവോ? എന്തോന്ന് അബദ്ധം കഴുതേ? അവൾക്ക് എന്നെയും എനിക്ക് അവളെ ഇഷ്ടമാണ്. അവളെ ഒരു ഏട്ടത്തിയമ്മയാക്കാൻ നിനക്കും ഇഷ്ടമാണല്ലോ. ഈ കണ്ടക്ടർ വേഷത്തിൽ അവരുടെ വീട്ടിലേക്ക് പെണ്ണും ചോദിച്ചെന്നാ കാണാം. ഈ കണ്ടക്ടർ വേഷം എന്തിനാണെന്നാ നീ കരുതിയത്? സ്ഥിരമായിട്ടൊരു ജോലി കിട്ടുന്നത് വരെ നിന്റെ ഏട്ടന് നിന്റെ ഭാവി ഏട്ടത്തിയമ്മയെ സ്ഥിരമായിട്ട് കാണാനുള്ള ഒരു മാർഗം. ഞാൻ സത്യം പറയാം, ഈ വിനയേട്ടനൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിലേക്ക് പറക്കാനുള്ള തേര് എന്റെ മുന്നിൽ തയ്യാറായി കഴിഞ്ഞു. ഇനി പറക്കുക വേണ്ടു. ഏത് തേര്? മാരിവിൽ ട്രാവൽസ്.